ശ്വാസകോശം വർക്ക് ചെയ്യണോ നമ്മുടെ നമ്മൾ നോക്കിയതില്ല. അപ്പൊ ഇതിന്റെ ഹൃദയം നോക്കൂ. അതിന്റെ അർത്ഥം തലച്ചോർക്ക് രക്തം എത്തുന്നില്ല എന്നാ. തലച്ചോർക്ക് ആവശ്യമായ രക്തം 5 മിനിറ്റ് എത്തിയില്ലെങ്കിൽ 3 തൊട്ട് 5 മിനിറ്റ് ഉള്ളതുകൊണ്ട് തലച്ചോറ് പ്രവർത്തിക്കും. അത് കഴിഞ്ഞാൽ 10 മിനിറ്റ്, ഓരോ മിനിറ്റിൽ 10% ഡാമേജ് ആയിട്ട് 1/4 മണിക്കൂറോടുകൂടി അയാളെ മരണം പൂർണ്ണമാവും. അപ്പൊ 5 മിനിറ്റിന്റെ മുന്നേ തന്നെ അയാൾ തലച്ചോർക്ക് രക്തം എത്തിക്കണം. അയാൾ ഡാമേജ് ആയ പിന്നെ തലച്ചോറ് ഡാമേജ് റിക്കവറാവാൻ പാടാണ്. അപ്പോ എത്രയും ഇവിടെ തലച്ചോറിലേക്ക് രക്തം എത്തിക്കണം. അതിനുള്ള പണം നമ്മൾ എടുക്കണം. തലച്ചോർക്ക് രക്തം എത്തിച്ചുകൊണ്ട് നീ ആരെയും ഹൃദയം ഇങ്ങനെ ചുരുങ്ങുമ്പോ രക്തം പമ്പിങ് നടന്നു. ഹൃദയം പൂർവ്വസ്ഥിതിക്കാനാവുമ്പോ അതിന് ഹൃദയത്തിൽ കൊണ്ട് രക്തം നിറയും. അങ്ങനെ ചെയ്തുകൊണ്ട് അതൊക്കെ അങ്ങനെ നിൽക്കുന്നത്. ഹൃദയം ഇങ്ങനെ ചുരുങ്ങുന്നുണ്ട്. അപ്പൊ രക്തം പമ്പ് ചെയ്യണു, പൂർവ്വസ്ഥിതിയിലാണ്. ഈ പണി ഇങ്ങനെ എടുത്തുകൊടുക്കുകയാണ്. അതിന്റെ അളവും കാര്യമൊന്നും ആദ്യം വിശദീകരിക്കാൻ നമുക്ക് സമയമല്ല. 1 ഡേ ക്ലാസ്സിൽ അങ്ങനെയൊക്കെ ഫുള്ള് വിശദീകരിക്കൂല. പ്രത്യേകിച്ച് എത്ര ഒരു മിനിറ്റിൽ അത് ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷെ നേരമില്ലാത്തതുകൊണ്ട് നേരെ മനസ്സിലാക്കി നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതിയല്ല. അതിന്റെ ശാസ്ത്രീയ വശവും എല്ലാം പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ചെയ്തു കൊടുക്കുക. നിന്നും പോയത്. ഇനി ആ പണി ഹൃദയത്തിൽ എത്തിക്കാനുള്ള പണി എന്താണ്? നമ്മളെ പണി എടുക്കണം. എന്താ വേണ്ടിയത്? നമ്മളെ പണി ആ ഹൃദയത്തിൽ അമർത്തണം അല്ലേ? അതിന് ഹൃദയം എവിടെയാണെന്ന് അറിയണം. ഹൃദയം എവിടെയാണ്? നെഞ്ചിനുള്ളിൽ. വലതുവശത്തുള്ള അഭിപ്രായങ്ങളൊന്ന് കൈപോക്കുക. വലതുവശത്തുള്ള അഭിപ്രായങ്ങൾ കൈപോക്കുക. ഇടതുവശത്തുള്ള അഭിപ്രായങ്ങൾ കൈപോക്കുക. സെന്ററിലുള്ള അഭിപ്രായങ്ങൾ കൈപോക്കുക. പടച്ചോനെ ഇതിൽ മഹാഭൂരിപക്ഷം ഹൃദയം ഇല്ലാത്തവരാണല്ലോ. 90% കൈപോക്കിയില്ല. തലച്ചോറില്ലാത്ത കുറെ മനുഷ്യന്മാരെ ഞാൻ പക്ഷെ ഹൃദയം ഇല്ലാത്തവരൊപ്പം ഹൃദയം ഇല്ലാത്തവരെ വരുമ്പോ കാരണം 3 ചോദിച്ചാൽ കൈപോക്കിയില്ല. അപ്പൊ എന്റെ ഇല്ലായ്മല്ല ഹൃദയം ഇല്ലാത്തതുകൊണ്ടാണല്ലോ. എന്റെ പെണ്ണുങ്ങളെ നിങ്ങൾ ഹൃദയം ഇല്ലാത്ത മനസ്സിലാണ്. ആ വിധത്തിലേക്ക് നിങ്ങൾ ദേഷ്യം പിടിച്ചു പോയി. ഹൃദയം സെന്ററിലാണ്. അതിന് കൈപോക്കി ഒരുക്കില്ലേ? പിന്നെ നേരത്തെ ക്ലാസ് കാര്യം കേട്ടിട്ടുണ്ടാവും. ഹൃദയം സെന്ററിൽ, നെഞ്ചിന്റെ സെന്ററിൽ. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞാല് ഇത് ഇടത്ത്, ഇത് വലത്, ഇത് സെന്ററിൽ. ഹൃദയം ഇവിടെയുള്ളത്. പിന്നെ സെന്ററിൽ എവിടെയാ അല്പം ഇടത്തോട്ട് ചെരിഞ്ഞു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ അതിൻ്റെതായ കാരണങ്ങളുണ്ട്. നമുക്ക് പറയാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് നടക്കട്ടെ. അപ്പൊ അവിടെ അമർത്തുന്നുള്ള 33 എല്ലുകൾ ചേർന്ന ഒരു കട്ടലിൽ നിന്നും ഓരോ ഡസൻ വാല്യൂകൾ കൊടുത്ത് ചേർന്നിട്ട് ഇവിടെ നമുക്ക് സ്റ്റേണം മാറൽ ഉറച്ചിട്ടുണ്ട് ഇവിടെ അല്ലെ. ഒന്ന് സ്റ്റേണായിട്ട് ഒന്നും അറിയില്ല എല്ലാവരും ഇങ്ങനെ. അതാണ് ഈ എല്ല്. ആ എല്ലിൻ്റെതായിട്ടാണ് ഹൃദയം. അവിടെ അമർത്തണം. അങ്ങനെ ആശുപത്രിയിലേക്ക് പോകണം. ഇവിടെ ഇപ്പൊ സംഭവിച്ചാൽ പോലും ഇവിടെ സംഭവിക്കാതിരിക്കട്ടെ. വേറെ ആരും പറയുന്നില്ല. എനിക്ക് പോകണം സംഭവിക്കും. വേറെ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബേജാറാണോ? അവനെ പറയുന്നില്ല. അപ്പൊ എനിക്ക് ഇവിടെ സംഭവിച്ചാൽ പോലും ഇവിടെ അടുത്ത് മദർ ഹോസ്പിറ്റൽ ഉണ്ട്. പക്ഷെ അവിടെ എത്തുമ്പോഴേക്ക് തലച്ചോറ് ഡാമേജ് ഒരു പക്ഷേ എന്താണ് മരണം സംഭവിക്കുക. അപ്പൊ ഇവിടെ അവിടെ ചെന്നിട്ട് എന്താ ചെയ്യണം നിങ്ങൾക്ക് അറിയോ? അവിടെ ചെന്നിട്ട് അവരെന്താ ചെയ്യണം നിങ്ങൾക്ക് അറിയോ? നമ്മൾ ഇവിടുന്ന് ചെയ്യുന്ന കാര്യമാണ് അവിടെ ചെന്നാൽ അവർ ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ നമ്മൾ അത് തുടങ്ങുന്നതല്ല. അത് പലപ്പോഴും കേട്ടില്ലേ? ഡോക്ടർമാര് പറയും ഒരു 5 മിനിറ്റ് നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ അല്ലേ വരാം തെങ്ങുമ്പോ ആളെ കൊണ്ട് എത്തിക്കാം അല്ലേ? 5 മിനിറ്റ് നേരത്തെ എത്തിച്ചില്ലെങ്കിൽ രക്ഷപ്പെടുകയാണ്. ഞാനാണ് ആചാര്യൊക്കെ പറഞ്ഞത് പൊന്നാര ഡോക്ടറായിട്ട് തെങ്ങുമ്പോ വീട് കിട്ടാൻ കൊണ്ടുവരുന്നെങ്കിൽ. പക്ഷെ ഇത് 5 മിനിറ്റ് നേരത്തെ എത്തിക്കുന്ന പരിപാടിയാണ്. ഇങ്ങനെ ചെയ്യാന്നല്ല. അതിനെന്താ മാർഗം? നമുക്ക് ഏറ്റവും ബലമുള്ള കൈ, അതിന്റെ ഈ ഉറച്ച ബൈക്ക് വലത് കയ്യ ഈ സെന്ററിലൂടെ വെക്കുക. കറക്റ്റ് പോയിന്റ് പറഞ്ഞാല് ഇപ്പോഴത്തെ ലൈന് കാണാൻ മൂക്കിന് കോപ്പിലേക്ക് മിഡിലേക്ക് എന്നാ പേര്. അങ്ങനെ മനസ്സിലാക്കുക. ആ പോയിന്റിലാണ് കൈ വെക്കേണ്ടത്. അപ്പൊ ഇവിടെ ഒരാള് വീടെടുക്കേണ്ട ഒരു സ്കെയിൽ കൊണ്ടുവരും, ഒരു പെൻസിൽ കൊണ്ട് വരച്ചോട്ടെ. അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇമേജിൽ ഒരു ഭാവനയിൽ ഒരു ലൈന് വേണം. സ്കെയിൽ പെൻസിൽ തിരഞ്ഞെടുക്കുക. ഒരു സെക്കൻഡിന് വിലയുള്ള ലൈനാണ്. എത്രയും പെട്ടെന്ന് ആ ഇമേജ് നമ്മളെ ഭാവന ലൈൻ കാണുക. അങ്ങനെ വെക്കുക. ബെഡിലൊക്കെ ആണെങ്കിൽ ഇറക്കി കിടക്കുക, അല്ലെങ്കിൽ ഉറച്ചൊരു വസ്തു താഴെ വെച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പ്രശ്നം എന്താ? ബെഡ് താഴെയുള്ളൂ, നെഞ്ച് താഴെ, കുറച്ച് ഉറച്ച സ്ഥലമാണ് ഇവിടെ താഴെ. എത്ര താഴണം? ഒരു മുതിർന്ന ഒരാൾ 8 വയസ്സ് തൊട്ട് മുകളിലുള്ളവർക്ക് മുതിർന്നവർ വരുന്നു. 8 വയസ്സ് തൊട്ട് ഈ പ്രായം വരെ 1 വയസ്സ് 1.5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചൈൽഡ് എന്നും ഈ കുട്ടിയെ പോലുള്ള താഴോട്ടുള്ളതിന് ഇൻഫന്റ് ശിശു എന്നാ പറയും. അപ്പൊ മുതിർന്നവര് 6 സെന്റിമീറ്റർ 2 ഇഞ്ച് താഴ്ന്ന രീതിയിലാണ് പ്രസ് ചെയ്യേണ്ടത്. അതിന്റെ വേഗത 1 മിനിറ്റിൽ 100 തൊട്ട് 120 വരെയാണ്. അപ്പൊ ഒരു സെക്കൻഡിൽ ഏകദേശം 2 ഉണ്ടോ?
ആ രീതിയിലാണ് ചെയ്യുന്നത്. അടുത്തൊക്കെ ആണെങ്കിൽ മുട്ടത്തിൽ നിന്നാണ് ചേർന്ന് ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇതാ ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 എത്രയായി? 30. നല്ല അധ്വാനാണ്, നല്ല അധ്വാനാണ്. 30 പണ്ട് 2 ശ്വാസം കൊടുക്കാന്ന് പറയലുണ്ടായി. അപ്പൊ ശ്വാസം കൊടുക്കുമ്പോ ഇങ്ങനെ 8 ഡിജിറ്റ് ലിഫ്റ്റ് ഇങ്ങനെ ചെയ്തിട്ട് വായു ചേർന്ന് ബ്രീത്ത് കൊടുക്കേണ്ടത്, ശ്വാസം കൊടുക്കേണ്ടത്. പക്ഷെ ആളുകൾ ഈ കൊറോണ കാലത്ത് ഏതായാലും കൊടുക്കരുത് എന്ന് പറഞ്ഞു, നിങ്ങളിത് കംപ്രസ് ചെയ്താൽ മതി പറഞ്ഞു. പക്ഷെ പുതിയ അപ്ഡേഷനിൽ ഇനി ബ്രീത്തുകൾ കൺട്രോൾ ഒന്നുമില്ല. കാരണം ഈ ശ്വാസത്തിന് എന്നാ പ്രാധാന്യം അതിനാ കൂടുതൽ ഇതിനാണ്, കംപ്രഷനാണ് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ആളുകൾ എന്താ സ്വന്തം സേഫ്റ്റി നോക്കണം. അതുകൊണ്ട് പോക്കറ്റ് മാസ്ക് രൂപാലെന്ന് വെച്ചാണ്ട് വായു ചേർത്താൽ ബ്രീത്ത് കൊടുക്കേണ്ടി. അപ്പൊ ആളുകൾ അതിന്റെ പിന്നാലെ പോയാണ്ട് ഏതാ മുടക്കണത്? കംപ്രഷൻ മുടക്കാണ്, ബ്രീത്തിനും വേണ്ടി സമയം ചെലവഴിച്ച്. അതുകൊണ്ട് ഇപ്പൊ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് തോന്നിയത് ഇത് ചെയ്താൽ മതി, കൺഫ്യൂഷൻ വേണ്ട. ഇങ്ങനെ ചെയ്തുകൊണ്ട് മനസ്സിലായല്ലോ. ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്, ആംബുലൻസ് വന്നു, ചെയ്യണം ചെയ്യണം. പിന്നെ ആവേശ കമ്മിറ്റിക്കാരുണ്ട്, നമ്മളെ കൂട്ടത്തിലില്ല, ആവേശ കമ്മിറ്റിക്കാരുണ്ടാവും. അതും ഞാൻ തന്നെ ചെയ്യണമെന്ന് കരുതിയിട്ട് ഇതൊക്കെ വെച്ചാണ്ട് ഓട്ടി പോയിട്ട് സ്ട്രെച്ചർ കണ്ടിട്ട് ജഗ പോകാം. അങ്ങനെയല്ല വേണ്ടി. ഇയാളെ പണി എന്താ? ഇയാള് കുഴപ്പോഴും ഇയാളെ ചെയ്യേണ്ടത്. വേറെ എക്സ്പീരിയൻസ് ഉള്ള ഒരാള് ചെയ്തോളും. ഇയാള് ചെയ്യുന്നു, ആംബുലൻസ് വന്നു, സ്ട്രെച്ചർ ഇങ്ങോട്ട് വാങ്ങുന്നു, സ്ട്രെച്ചറിലേക്ക് കിടത്തുമ്പോഴും സ്ട്രെച്ചറിന് ചെയ്യണം. 5 ആള് പിടിക്കുക, ഇയാള് ഇതിന്റെ സെന്ററിൽ നിന്നിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ ചെയ്തുകൊണ്ട് ആള് ആശുപത്രി. ആംബുലൻസിന് ചെയ്യണ്ടേ? ആംബുലൻസിന് ചെയ്യണം, ആംബുലൻസിന് ചെയ്യണം. അത് ചോദ്യം വളരെ പ്രസക്തമാണ്, ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അപ്പൊ ആംബുലൻസ് ചെയ്യണം. അപ്പൊ ആംബുലൻസിന് ചെയ്യുന്ന ആള് വീഴാൻ പോകും. അപ്പൊ മറ്റേ ആള് അയാളെ പിടിച്ചു നിർത്തുക, അയാളെ പിടിച്ചു കൊടുക്കുക. ഇവിടെ വേറെ പണി 108 വിളിച്ചാലുള്ള ഗുണം എന്താ അറിയോ? 108 വിളിച്ച ഇത്ര സ്ഥലത്ത് 108 കിട്ടിയുള്ള ഗുണം എന്താ അറിയോ? എന്താ? അതിന് ഒരു BLS ട്രെയിനർ ആയിട്ടുള്ള ഒരു നഴ്സിന് അസിസ്റ്റന്റ് ഉണ്ടാവും. ഹൈറ്റിന് ഗുണം ഈ കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചിട്ടുള്ള ഗുണമല്ല, ഈ കാർഡിയാക് അറസ്റ്റ് സംഭവിക്കുന്ന അറിയാം, വെറുതെ നിന്ന് പറയാം. അപ്പൊ അവര് ഈ CPR പരിശീലനം ഉണ്ടാവും. പിന്നെ സ്ഥിരം ഡ്രൈവർ ഉണ്ടാവുമല്ലോ, ഡ്രൈവറും ഇയാൾ അസിസ്റ്റ് ചെയ്ത് അയാൾക്ക് പരിചയം ഉണ്ടാവും. അതിനനുസരിച്ച് രീതിയിലുള്ള കാര്യങ്ങൾ മുമ്പിലും ഇത് എടുക്കാനൊക്കെ അയാൾ കൂടും. അപ്പൊ അങ്ങനെ ഒരു സുരക്ഷിതത്വം ഉണ്ടായി. അതാണ് ആ വിഷയത്തിൽ. പിന്നെ അപ്പൊ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുക. വേറെ ചോദ്യം ഇവിടെ ഓർമ്മ കിട്ടോ? ആ പറഞ്ഞിലേക്ക് ഒന്നും ചോദിക്കണേ. ഇതെന്താ ചെയ്യേണ്ടത്? തുടർന്നുകൊണ്ടേ. എത്ര പേര് ചെയ്യണത്? എത്ര പേര് ചെയ്യണം? നമ്മളെക്കാട്ടിലും മെച്ചപ്പെട്ട ആളെടുത്ത് എത്തുന്നത് വരെ ഗുഡ്സ്. 2 ആളും ഉറപ്പാണെന്നാണ്. ഒന്നിന്റെ മരണം ഉറപ്പാണ്. എപ്പോഴാണ് ഉറപ്പാവുക? മരണം ഉറപ്പായപ്പോഴാണ് ആശുപത്രി എത്തി അവര് ECG എടുത്ത് ഉറപ്പാക്കാൻ. അത് വരെ എന്താണ് അവരൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കൂലേ? ബാക്കി ലക്ഷണങ്ങളൊക്കെ കണ്ടാലും. അപ്പോ നമ്മളെല്ലാം ഉറപ്പിക്കേണ്ടി, അപ്പൊ നമ്മൾ ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ എന്താണ് 2ാമത് ഉറപ്പാകുക, അല്ലെങ്കിൽ ഇയാൾക്ക് ബ്രീത്ത് ഒന്നും ഉറപ്പാകുക. പിന്നെ ഒന്നോളം എങ്ങനെയാ ഉറപ്പാവുക? ഇത് എപ്പോഴാണ് പിന്നെ ബ്രീത്ത് ബന്ധുണോ നോക്കേണ്ടി? 5 സൈക്കിൾ, അതായത് 120 പ്രാവശ്യം പ്രസ് ചെയ്തതിനു ശേഷം നോക്കേണ്ടി, അല്ലെ 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നോക്കേണ്ടത്. ചില ആളുകൾ ഉണ്ടാവും ആകാംക്ഷകൾ ഉണ്ടെങ്കിൽ ഇഷ്ടം മനുഷ്യന്മാർ ആകാംക്ഷയുടെ ആളുകളാ. വെടിവെപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാലൊക്കെ പോയാണ്ട് ഉണ്ടോ ആകാംക്ഷ വെടിവെപ്പുള്ളൂ. എന്താ പോലെ എന്താണ് ഇത് പ്രസ് ചെയ്തിട്ട് ആകാംക്ഷ 1 2 3 4 5 ബന്ധുണ്ടാവുമോ? വീട്ടിൽ ഇങ്ങനെ ആവാൻ പാടില്ല. പിന്നെ 120 പ്രാവശ്യം ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു സൈക്കിളൊക്കെ 30 ആട്ടോ, അപ്പൊ 5 30 2 മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ. ഇനി അല്ലത് ഒരു ചൊല്ലിയായിട്ട് ഇയാൾക്ക് ബ്രീത്ത് ശ്വാസങ്ങൾ വന്നു നമുക്ക് ബോധ്യപ്പെട്ട് കണ്ണൊക്കെ തുറന്ന് ചിലക്കാതെ കിടക്കുന്ന 20 ആയിട്ടുള്ളൂ 120 പറയണോ? അതിന്റെ ആവശ്യമില്ലാണോ അല്ലെ? അങ്ങനെ നമുക്ക് സന്തോഷിക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇയാൾ വീണ്ടും കാർഡിയാക് അറസ്റ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അയാളെ നിരീക്ഷിക്കണം, ശ്രദ്ധിച്ചു കൊണ്ടുപോകണം. ഇനി ബാബുവിന്റെ ചോദ്യം, അങ്ങനെ ചോദ്യം വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ബാബുവിന്റെ ചോദ്യം എന്താണ്? ഇത് 2 മിനിറ്റ് നമുക്ക് പൊട്ടൂല എന്നുള്ള. അതിന് 2 ഉത്തരമുണ്ട്. ഒന്ന്, ഒരാള് പറഞ്ഞു അയാൾക്ക് കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചാണ്, കുഴഞ്ഞു പോണതാണ്, ഹൃദയം നിന്ന് പോയതാണ്. അല്ല, എനിക്ക് CPR ചെയ്തില്ല. എനിക്ക് CPR ഒക്കെ അറിയാം, പക്ഷെ വാരിന്റെ പൊട്ടുന്നത് മേടിച്ചിട്ട് ഞാൻ ചെയ്തില്ല. എന്നിട്ട് ചോദിച്ചു വാരിന്റെ ഒരു കുഴപ്പമില്ല, ആള് മരിച്ചു, നല്ല വാരിയല്ല, നല്ല കാര്യമുണ്ടോ? ഇല്ല.
രണ്ടാമത്തെ ഉത്തരം ഭാഗത്ത് അറിയുന്നത് ഭാഗത്ത് അറിയുന്നു അത് ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് പറയും, അത് എനിക്ക് മനസ്സിലായി. പിന്നെ രണ്ടാമത് കൃത്യമായ ഉത്തരം വേറുണ്ട്. വാരിയല് അങ്ങനെ വേഗം പൊട്ടൂല. ഇതിന്റെ അറ്റം സ്റ്റേണത്തുമ്പിലേക്ക് വന്നു ചേരുന്ന ഇതിന്റെ അറ്റങ്ങൾ കാർട്ടിലേജ് തരുണാസ്ഥി കൊണ്ട് നിർമ്മിച്ചതാണ്. തരുണാസ്ഥി കൊണ്ട് നമ്മുടെ ശരീരത്തിൽ കാർട്ടിലേജ് വേറെയുണ്ട്. ചെവി ഉണ്ടല്ലേ, ചെവി എന്താണ് കൂട്ടരെ? ചെവി പൊട്ടിയാലും പ്ലാസ്റ്റർക്ക് വന്നാണ് ഞങ്ങള് അതിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾക്കൊക്കെ എന്റെ കൂടെ പഠിച്ചവരൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ മാഷിന്റെ ഇവിടെ, പിന്നെ എന്റെ കൂടെ പഠിച്ച സലാം, അങ്ങനെ പലരും ഉണ്ട് ഇവിടെ ഇല്ലേ. സ്കൂൾ മദ്രസൊക്കെ അത്യാവശ്യം നല്ല പെട്ടെന്ന് ടീച്ചർ ഉണ്ടായി, ഭയങ്കര പിത്തനെ ടീച്ചറെ കിട്ട. ഞാൻ എടുത്ത് വിളിച്ച് തിരിച്ചിനെ പഠിയ ടീച്ചർക്ക് അച്ഛന്റെ പൊട്ടിയില്ലല്ലോ, പൊട്ടൂല. മാഷുണ്ടായി വരുമാം സ്കൂളിൽ നിന്ന് നിസ്കാരം. പിന്നെ മാഷ് തിരിച്ചല്ലേ ഇല്ല, മാഷ് വന്നിട്ട് ഇത് നിസ്കരിച്ചോന്ന് പരിശോധിക്കലും ഇവിടെ. ആ തണുപ്പ് നിസ്കരിച്ചു വലിയ വ്യക്തന്മാരേത് പിന്നെ നിസ്കരിച്ചിട്ട് അറിയാതെ മോശം പറ്റിയ കരുതിയിട്ട് മാഷ് പരിശോധിക്കുമ്പോഴേ നിസ്കരിച്ചോന്റെ ഇവിടെ എന്തായാലും ഒരു മൂല്യം ഉണ്ടാവുന്ന അതിപ്പോ പ്രതീക്ഷിക്കൂലല്ലോ. അപ്പൊ ചെവി പറഞ്ഞപ്പോ ഓർമ്മ. അപ്പൊ ഇത് പൊട്ടൂല, ഇത് ഫ്ലെക്സിബിൾ ആണ് എന്നതുപോലെ ഈ അറ്റം കാർട്ടിലേജ് ആണ്. അപ്പൊ സൂക്ഷ്മമായിട്ട് ഇവിടെ ആ രീതിയിൽ അമർത്തിയാൽ പൊട്ടൂല, പേടിച്ചാലും ചെയ്യാതൊക്കെ ഉണ്ടാകും. പിന്നെ യാതൊരു ലെവലും ഇല്ലാതെ പണ്ടത്തെ മാതിരി കൈപ്പത്തി എത്തുന്ന ആ രീതിയിൽ എങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിലോ സൗണ്ട് ഇങ്ങനെ കേൾക്കുകയും ചെയ്യില്ല. ബേജാറാണ്ട് സൂക്ഷ്മമായിട്ട് ഇവിടെ വെക്കുക, മനസ്സ് നന്നാക്കി അത് രക്ഷപ്പെട്ട രീതിയിലാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടേക്കാം. ധാരാളം ആളുകൾ 25% പേരും രക്ഷപ്പെട്ടിരിക്കുക. 25% അത്ര ഉള്ളൂ എന്നാ ചോദിക്കുക. 1000 ആളിങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 250 ജീവിക്കേണ്ട ആളുകളെ ഇനി അതിനെ മതിയാവും. അത് മനസ്സിലാക്കേണ്ടി അല്ലേ. നമ്മളെ ഇന്ത്യയുടെ